കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഞ്ഞാണല്ലോ. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പരിസരമൊക്കെ നന്നായിട്ട് മഞ്ഞ് മൂടി കിടക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കാലാവസ്ഥ ഞാൻ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് ഈ മഞ്ഞ് കാണാൻ വേണ്ടി മൂന്നാറും ഊട്ടിയിലൊക്കെ പോയ അതേ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്കൊരു 10 മണി നേരം വരെ തോന്നാറുള്ളത്. രാത്രിയിൽ നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ രാവിലെ വന്ന് നോക്കുമ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എല്ലാവരെയും വന്നൊന്ന് കണ്ട് കുറച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നേ നട്ട കുറച്ച് പോച്ചകളൊക്കെ ഇല്ലേ, അതൊക്കെ കിളിച്ച് നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അമ്പല പൂക്കളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറച്ച് കിളികൾ അങ്ങിങ്ങായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലവ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ തണുപ്പും പിടിച്ച് ഇങ്ങനെ കുത്തിക്കൂടിയിരിപ്പാണ്. ഇത് ഞാൻ പിന്നെ 50 രൂപയ്ക്ക് 3 ജമന്തി തൈകൾ വാങ്ങി നട്ടതാണ് കേട്ടോ. അത് വേര് പിടിച്ചിട്ടില്ല, എന്നാലും നന്നായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഴച്ചെടിയിൽ 2 പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 10 മണി ആവാറ് 10 അല്ല 9 മണിയോളം ആവാറായിട്ടുണ്ട് കേട്ടോ. മോൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴും ആ മഞ്ഞ് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. തണുപ്പ് തുടങ്ങിയത് മുതൽ നമ്മുടെ പട്ടിക്കുട്ടനെ ഇതേപോലെ മുറ്റത്ത് മണ്ണിൽ വന്ന് കിടക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് കുഞ്ഞുവാവ ഇപ്പം താമസിച്ചാണ് ഉണരാറുള്ളത്. പിന്നെ നമ്മുടെ പ്രാവിനെ ഒന്ന് തുറന്നു വിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പട്ടിക്കുട്ടിൻ്റെ അടുത്തൊക്കെ പ്രാവിനെ കൊണ്ട് വെക്കാറുണ്ട്. അവരാണെങ്കിലും പറഞ്ഞൊക്കെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി ഞാൻ അവർക്കെല്ലാം തീറ്റ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ പട്ടിക്കുട്ടനെ അപ്പിയിടാൻ പറഞ്ഞിട്ടിട്ട് നിന്നതാണ് ഞാനവിടെ. ആൾ പോയിട്ട് തിരിച്ച് വന്ന് നിൽക്കുന്നതാണ്. ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ ആളിങ്ങ് കയറി പോന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴികൾ ഇവളുമാർ പഠിച്ച കളികളാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ തനിയെ കൊത്തിപ്പൊട്ടി തിന്നുന്നതാണ് അവരുടെ ഒരു പതിവ്. എന്തായാലും ഇന്ന് എനിക്കൊരു മുട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരെയൊക്കെ നമ്മൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവർ നേരെ വന്ന് ഞാൻ വെച്ചിരിക്കുന്ന ആ പോച്ചകളാണ് കുത്തിപ്പറക്കി തിന്നാറുള്ളത്. നമ്മുടെ മീൻകുട്ടനൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ പുതുച്ചോറ് തിന്നാനൊരു കൊതി. ഇല വെട്ടി പൊതി കെട്ടാനുള്ള മടി കൊണ്ട് പുതുച്ചോറ് പാത്രത്തിലാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് ഉച്ചവരെയുള്ള ജോലികൾ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ.